ഒറ്റപ്പെട്ട ദ്വീപ്. പേര് കേട്ട് ഏതെങ്കിലും സീരിയലിന്റെ കഥയാണോ പറയാൻ പോകുന്നതെന്ന് തെറ്റിദ്ധരിക്കണ്ട. അല്ല, ഒറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളെ ആണല്ലോ ദ്വീപ് എന്ന് പറയാറുള്ളത്. ഇതിലിപ്പോ എന്താ ഇത്ര പ്രത്യേകതയെന്ന് ചോദിക്കാൻ വരട്ടെ. പറയാൻ പോകുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും ഒറ്റപ്പെട്ട ദ്വീപിനെ കുറിച്ചാണ്. ലോകത്തിലെ ഏറ്റവും വിദൂരതയിലുള്ള ദ്വീപ് എന്ന റെക്കോർഡിന് ഉടമ ബൂവേ ഐലൻഡ് എന്ന വടക്കൻ അന്റാർട്ടിക് ദ്വീപാണ്. നോർവേയുടെ അധീനതയിലുള്ള ഈ ദ്വീപ് സബ് അന്റാർട്ടിക് ഗണത്തിൽപ്പെട്ടതാണ്. അന്റാർട്ടിക്കയുടെ പ്രിൻസസ് ആസ്ട്രിഡ് തീരത്തിന് 1700 കിലോമീറ്റർ വടക്കായാണ് ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ എത്തിച്ചേരണമെങ്കിൽ ഹെലികോപ്റ്ററിൽ പറക്കണം. പറന്നാലും ലാൻഡിംഗ് അടക്കമുള്ള കാര്യങ്ങൾ പ്രവചനാതീതമാണ്. മിക്കവാറും ആകാശത്ത് പറന്നുകൊണ്ട് തന്നെ താഴേക്ക് നോക്കി ബൂവയെ കണ്ടിട്ട് പോരേണ്ടി വരും. നോർവേയുടെ അധീനതയിലാണ് ബൂവെ ഉള്ളത്. ഇടയ്ക്ക് ചില പരിവേഷകരും ഇവിടെ എത്താറുണ്ട്. മറ്റ് കരഭാഗങ്ങളിൽ നിന്നെല്ലാം ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ ദൂരത്തിലായാണ് ഈ ദ്വീപ് എന്നതാണ് ഏറ്റവും ഒറ്റപ്പെട്ട ദ്വീപെന്ന് ഈ ദ്വീപിനെ വിളിക്കാൻ കാരണം. ഏകദേശം 49 ചതുരശ്ര കിലോമീറ്റർ ആണ് ബൂവേ ഐലൻഡിന്റെ വിസ്തീർണം. ഇതിന്റെ 93% ഭൂമേഖലയും ഒരു ഹിമാലയനാണ്. 1739 ഫ്രഞ്ചുകാരനായ ഈൻ ചാൾസ് ബൂവി ഡി ലോസിയർ ആണ് ഈ ദ്വീപ് കണ്ടെത്തിയത്. എന്നാൽ അദ്ദേഹം ഈ ദ്വീപിൽ ഇറങ്ങിയില്ല. ഇതിന്റെ അക്ഷാംശവും രേഖാംശവും അബദ്ധത്തിൽ തെറ്റായി രേഖപ്പെടുത്തുകയും ചെയ്തു. പിന്നീട് 1808 വരെ ആരും ഈ ദ്വീപിനെ കണ്ടെത്തിയില്ല. 1808 ബ്രിട്ടീഷ് തിമിംഗല വേട്ടക്കാരനായ ജെയിംസ് ലിൻസെ ഈ ദ്വീപ് കണ്ടെത്തുകയും ഇതിന് ലിൻസ്ഡേ ദ്വീപ് എന്ന് പേരിടുകയും ചെയ്തു. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഉത്തര ധ്രുവ മേഖലയ്ക്കരികിൽ സ്ഥിതി ചെയ്യുന്ന നോർവേ എന്ന രാജ്യത്തിന് ദക്ഷിണ മേഖലയ്ക്കരികിലുള്ള അധീന ഭൂമിയാണ് ഈ ദ്വീപ്. ദുർഘടമായ കാലാവസ്ഥയുള്ള ഈ ദ്വീപ് ജനവാസമില്ലാത്തതാണ്. എന്നാൽ ചില സ്ഥാപനങ്ങളും റിസർച്ച് സെന്ററുകളും ഒക്കെ നോർവേ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി ചില നോർവേക്കാർ സീസൺ അടിസ്ഥാനത്തിൽ ഇവിടെ താമസിക്കാറുണ്ട്. പര്യവേഷണത്തിന്റെ ഭാഗമായി പലരും ഇവിടെ എത്താറുണ്ടെങ്കിലും കാലിൽ ഒട്ടിപ്പിടിക്കുന്ന തണുത്തുറഞ്ഞു കിടക്കുന്ന കടലടക്കം ഇവരുടെ മുന്നിലെ പ്രതിസന്ധികളാണ്. അഗ്നിപർവ്വതങ്ങളും ഭൂവയുടെ പ്രത്യേകതയാണ്. ഐസ് മൂടിക്കിടക്കുന്നതിനാൽ ഇവ പൊട്ടാറില്ല. 1 മാസത്തിലധികം ഇവിടെ ആർക്കും ജീവിക്കാൻ കഴിയില്ല എന്നതാണ് സത്യം. മൃഗങ്ങളുടെ സാന്നിധ്യവും ഇവിടെ കുറവാണ്. പെൻഗ്വിനുകളും കടൽ പക്ഷികളുമാണ് ഇവിടുത്തെ പ്രദേശവാസികൾ. ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ഹിമപാതം ഈ ജീവികൾക്കും വെല്ലുവിളി തന്നെയാണ്. വലിയ ഹിമപാതത്തിന്റെ ചിത്രങ്ങൾ നാസയുടെ സാറ്റലൈറ്റിൽ നിന്ന് ലഭ്യമായതോടെയാണ് ഇത്ര ഭീകരമായ ഹിമപാതമാണ് ഭൂവയിൽ സംഭവിക്കുന്നതെന്ന് പുറം ലോകത്തിന് മനസ്സിലാക്കി കൊടുത്തത്. കപ്പലുകൾക്ക് നങ്കൂരമിടാൻ കഴിയാത്തത് കൊണ്ട് പലപ്പോഴും ഭൂവയുടെ സാഹചര്യങ്ങൾ ഹെലികോപ്റ്ററിൽ പറന്നാണ് ശേഖരിക്കുന്നത്. ഈ ദ്വീപിനെ കുപ്രസിദ്ധമാക്കിയ ഒരു സംഭവമുണ്ട്. 1964 ഈ ദ്വീപിന് സമീപം ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഒരു ലൈഫ് ബോട്ട് നൗക കണ്ടെത്തി. എന്നാൽ ഈ നൗകയിൽ യാത്രക്കാർ ആരും ഉണ്ടായിരുന്നില്ല. ആരാണ് ഈ നൗക ഇവിടെ കൊണ്ടുവന്നത്? ഇതിലെ യാത്രക്കാർ എവിടെ പോയി? തുടങ്ങിയ ചോദ്യങ്ങൾ ഉത്തരമില്ലാതെ നിലനിൽക്കുന്നു. പ്രശസ്ത ഹൊറർ ചിത്രമായ ഏലിയൻ വേഴ്സസ് പ്രിഡക്ടേഴ്സ് ഷൂട്ട് ചെയ്തതും ഈ ദ്വീപിലാണ്. ദ്വീപ് പണ്ട് ഇങ്ങനെ തന്നെ ആയിരുന്നോ? മുമ്പ് ആളുകൾ ഇവിടെ താമസിച്ചിരുന്നോ? ഇവിടെ കണ്ടെത്തിയ നൗക ആരുടേതാണ്? ഇതിന് ഇത്ര വർഷത്തെ പഴക്കമുണ്ട്. എന്തായാലും ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ ഒരുപാട് ബാക്കിയാണ്. ഭൂമിയുടെ വന്യത പോലെ തന്നെ ചോദ്യങ്ങളും വന്യമായി അവശേഷിക്കുകയാണ്.